എളാപ്പ ഞങ്ങള് വന്നൊക്കെ അറിയോ ചെക്കന്മാരോട് ഇരിക്കാൻ സമ്മതിക്കില്ല നിങ്ങൾ വന്നിട്ട് പറഞ്ഞപ്പോ നമുക്ക് എളാപ്പാൻ്റെ പോവാന്ന് അപ്പൊ ഞാൻ എന്തിനാ പറഞ്ഞു നിങ്ങൾ പണ്ട് പറയില്ല എളാപ്പാൻ്റെ വീരകഥകളൊക്കെ അതൊക്കെ എളാപ്പാൻ്റെ തൊള്ളയിൽ കൂടെ കേൾക്കാന്ന് പറഞ്ഞു ഇന്നെ മുടിച്ചടിച്ച് കൊടുക്കുന്നു ആ പണ്ടത്തെ കഥകളൊക്കെ ഒന്ന് പറഞ്ഞു കൊടുത്താലിട്ടാ. ആ എൻ്റെ കഥ കേൾക്കാൻ ഇന്ന് ഫുള്ള് കഥാപാത്രം തന്നെയായിരുന്നു. ചായപ്പുഴ പോയപ്പോഴും അവർ ഇന്നെ അവർക്കറിയാം എന്നെ പറ്റി തന്നെ ഓരോ വീര പ്രശ്നങ്ങളൊക്കെ അവർക്കറിയാം. നമ്മൾ ഓരോ വിഷയത്തിൽ പോയിട്ട് ഇടപെട്ട് കഴിഞ്ഞാൽ ആ പ്രശ്നം നമ്മൾ തീർക്കും. പല കള്ളന്മാരെ കുറിച്ചാണ് ഞാൻ അപ്പം ഇന്നലെ നമ്മുടെ ഫ്ലാറ്റിൽ 2 കള്ളന്മാർ വന്ന് എനിക്ക് നേരെ തോപ്പ് ചുണ്ടി നോക്കിയില്ല. ഞാൻ എന്താക്കി ഒരു കാലം കൊണ്ട് ഒരു അടി അടിച്ച് വെച്ചാലാണ് മറിച്ചിട്ടിട്ട് മറ്റവരണ്ട് പിടിച്ചൊരു മുട്ടും 2 വൈകി വീണു. അങ്ങനെ പോലീസ് വന്ന് ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ ഇത് ജയിലിന് ഇന്ന് ജയിലിൽ ചാടിയ കൈമാരാണ് 2 ഭയങ്കര ക്രിമിനൽ. അങ്ങനെയൊക്കെ പാടെ വന്ന് മുതലാളി വന്ന് എന്നെ ഭയങ്കര ബഹുമാനം കെട്ടിപ്പിടിച്ചിടും. ഒക്കെ പാടെ ഭയങ്കര പ്രശ്നം. അതങ്ങനെ കഴിഞ്ഞു. ഒരാഴ്ച മുന്നേ വേറെ സംഭവം ഉണ്ടായി. നമ്മളിപ്പുറത്തെ കുറ്റിക്കാട്ടിൻ്റെ ഉള്ളിൽ ഒരു പുലി വന്ന് അവിടെയൊക്കെ പാടെ നാട്ടിലൊക്കെ പാടെ ചില പോയി ഫോറസ്റ്റുകാരൊക്കെ വന്ന് വെടിവെച്ചിട്ട് ഒന്ന് പുലിനെ കൊടുത്ത തോക്കേറ്റ് വന്നിട്ട് ഒന്നും പുലിനെ കിട്ടുന്നില്ല. അങ്ങനെയൊക്കെ പാടെ ആകെ പറഞ്ഞ് നമ്മളെ വാച്ച്മാനെ കാണാൻ വേറെ ആരെയും കണ്ടിട്ട് കാര്യമില്ല. ഞാനതൊന്നും ഗവൺമെൻറ് നോക്കുമ്പോൾ ഒരു പുലിയല്ല 2 പുലിയാണ്. ഞാൻ ഒന്നെടുക്കാൻ പോയതായിരുന്നു. അപ്പൊ മതിലിന്റെ മൂലക്കുണ്ട് ഒരാളെ എത്തി വെക്കണം. എന്ത് ഇന്റെ പറയുന്നത് കള്ളനോ? തീക്കാട്ടേക്ക് മുമ്പരിക്കും എവിടെയാണ്? മനുഷ്യനെ എന്നെ കാണാനില്ല. പഠിച്ചവനത് എവിടെ പോയി? പോയോ? ടീച്ചാളി കള്ളം പോയിടത്ത് കള്ളം പോയിക്കണം. നിങ്ങൾ ടീച്ചോളി ഇപ്പൊ ആ കുട്ടികൾക്ക് വരെ മനസ്സിലായി നിങ്ങളെ വമ്പത്തരം. അയ്യോ പോയോ? ഞാനൊരു വടിയറിഞ്ഞ് ആ വടിയറിഞ്ഞ് വന്നതായിരുന്നു. പോയത് നന്നായി. അല്ലെങ്കിൽ അവൻ്റെ മയ്യത്തേക്കാരൊന്ന് കൊണ്ടുകൊണ്ടി വരിക. ഈ മനസ്സിലാവുന്നു നീച്ചാളി വലിയ പേടിത്തൊരു വലിയ വീരവാദം പറഞ്ഞിട്ട് നീച്ചാളി അവിടുന്ന് നായ്ക്ക് വരാന്നുണ്ട് ദിവസം. അമ്മച്ചി ഇതാണ് എളപ്പനെ സാഹസ കഥ. പേടിത്തൂരി എളപ്പ.